കർത്താവിൽ അനുഗ്രഹീതരെ, ദുഃഖശനി എന്ന് നാം പറയുമെങ്കിലും ഈ ശനിയാഴ്ച വളരെയധികം പ്രത്യാശയും സന്തോഷവും നൽകുന്ന ഒരു ദിവസമാണ് എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കർത്താവ് പാതാളത്തിൽ പ്രവേശിച്ച് അവിടെ ബന്ധനസ്ഥരായിരുന്ന ആത്മാക്കളോട് സുവിശേഷം അറിയിച്ചതായി പരിശുദ്ധനായ പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ ഈ പ്രത്യേകമായ ദിവസത്തെ വേർതിരിച്ചിരിക്കുന്നത്. നാം പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരു പറച്ചിലാണ്, മരിച്ചവരും മൗനതയിലിരിക്കുന്നവരും യഹോവയെ സ്തുതിക്കുന്നില്ല എന്ന്. 115-ാം സങ്കീർത്തനത്തിൻ്റെ 17-ാമത്തെ വാക്യമാണ് പലരും അത് ഉദ്ധരിക്കുന്നത്. എന്നാൽ 18-ാം വാക്യം, 115-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നാമോ ഇന്നു മുതൽ എന്നേക്കും യഹോവയെ സ്തുതിക്കും എന്നാണ്. മരിച്ചവരുടെ അവസ്ഥയെക്കുറിച്ച് നമ്മുടെ കർത്താവ് എന്താണ് പഠിപ്പിച്ചത് എന്നുള്ളത് പ്രത്യേകിച്ചും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് നാം വായിക്കുമ്പോൾ നമുക്കവിടെ ധ്യാനിക്കാവുന്നതാണ്. അതിൽ 23-ാമത്തെ വാക്യത്തിൽ യേശു മാർത്തയോട് പറയുന്നു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. മാർത്ത അതിന് നൽകുന്ന മറുപടി, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു. മാർത്ത മാത്രമല്ല, ലോകത്തിലുള്ള എല്ലാ സഭയും വിശ്വസിക്കുന്ന പൊതുവായ ഒരു വിശ്വാസമാണ് അവസാനത്തെ ഉയർപ്പ്. എന്നാൽ യേശു തമ്പുരാൻ പറയുന്നത് നാം ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒന്നാണ്. 25-ഉം 26-ഉം വാക്യങ്ങളിൽ കർത്താവ് മാർത്തയോട് പറയുന്നു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. നമുക്കാർക്കും മരണമില്ലെന്നാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത്. പിന്നെ എന്താണ് ഈ മരണം എന്ന് പറയുന്നത്? സഭാപ്രസംഗി 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഒരു നല്ല നിർവചനം നമുക്ക് വായിക്കാം. പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആദാമിനെ മണ്ണിൽ നിന്ന് യഹോവയായ ദൈവം സൃഷ്ടിക്കുകയായിരുന്നു. എന്നാൽ ആദാമിൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോഴാണ് അത് ജീവനുള്ളതായി മാറിയത്. ആ ജീവശ്വാസം ദൈവത്തിൻ്റെ ആത്മാവാണ്. ആ ദൈവത്തിൻ്റെ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് വേർപെട്ട് കഴിയുമ്പോൾ വീണ്ടും ആ ശരീരം മണ്ണിൻ്റെ ഭാഗമായി മാറുന്നു എന്നുള്ളത് നമുക്കറിയാം. അതാണ് ഫിസിക്കൽ ഡെത്ത് എന്ന് പറയുന്നത്. സ്പിരിച്വൽ ഡെത്ത് എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് നാം വേർപെടുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മരണത്തെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിൻ്റെ പഠിപ്പിക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതാ സഭയുടെ വാങ്ങിപ്പോയവരെക്കുറിച്ചുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. 115-ാം സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെയാണ് പ്രസക്തി ഉണ്ടാകുന്നത്. നാം അങ്ങനെ മരിക്കാതിരിക്കുന്നത് കൊണ്ടാണ് നാമോ ഇത് മുതൽ എന്നേക്കും ദൈവത്തെ സ്തുതിക്കുമെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത്. ഇന്ന് അപ്പോസ്തലന്മാരൊക്കെ ഇതിൻ്റെ പിന്തുടർച്ചയായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് പരിശുദ്ധനായ പത്രോസ് ലീഹ തൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു എന്ന് പറയുന്നത്. അവിടെ പാതാളം എന്നുള്ളൊരു വാക്ക്, ഹെൽ എന്നുള്ളൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടേക്കാണ് ചെന്നത്. അവിടെ ചെന്ന് അവരോട് സുവിശേഷം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പാതാളത്തിനകത്തുണ്ടായിരുന്നവർക്കൊക്കെ ശ്രദ്ധിക്കുവാൻ കഴിയുമായിരുന്നു, കേൾക്കുവാൻ കഴിയുമായിരുന്നു, അവർ സജീവരായിരുന്നു എന്ന് തന്നെയാണ്. സുറിയാനി പാരമ്പര്യത്തിൽ 2 വാക്കുകൾ പ്രധാനമായിട്ടുണ്ട്. അതിലൊന്നാണ് ഞാൻ പറഞ്ഞത്, ഹെൽ, പാതാളം എന്ന് പറയുന്നത്. അത് എല്ലാ ആത്മാക്കളുടെയും മരണത്തിന് ശേഷമുള്ള ഒരവസ്ഥയെക്കുറിച്ചാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള ലാസറിൻ്റെയും ധനവാൻ്റെയും ഉപമയിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഗഹന എന്നൊരു വാക്ക് അത് നിത്യനരകമാണ്. അത്
ദുഷ്ടാത്മാക്കളെ നിത്യമായി പീഡനത്തിലേക്ക് വിടുന്ന സ്ഥലത്തെക്കുറിച്ചാണ് പറയുന്നത്. കർത്താവ് പോയത് പാതാളത്തിലാണ്. അവിടെ പ്രസംഗിച്ചു, അവർ കേട്ടു, മാനസാന്തരപ്പെട്ടു എന്നുള്ളതാണ് സഭയുടെ വിശ്വാസം. വീണ്ടും പറയുവാനായിട്ട് ശ്രമിക്കുന്നത്, കർത്താവിൻ്റെ പാത പിന്തുടർന്ന്, കർത്താവിൻ്റെ വാക്യങ്ങൾ പിന്തുടർന്ന് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹായും സഭയെ പഠിപ്പിച്ചു. വാങ്ങിപ്പോയവർ സജീവരാണ് എന്ന് തന്നെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 5-ാം അധ്യായം 2 കൊരിന്ത്യർ 5:9 പറയുന്നു, ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ഞങ്ങളവനെ പ്രസാദിപ്പിക്കുമെന്ന്. നമുക്കെല്ലാവർക്കും ശരീരത്തിലിരിക്കുമ്പോൾ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹ പറയുന്നു, ശരീരം വിട്ടാലും ഞങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കും. അതിൻ്റെ അർത്ഥം എന്നാണ്? ശരീരം വിട്ടാലും ആത്മാവ് സജീവമാണ് എന്ന് തന്നെയാണ്. അത് പൗലോസ് ശ്ലീഹയുടെ പഠിപ്പിക്കേണ്ട ഭാഗമാണ്. വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ പ്രത്യേകമായി 7-ാം അധ്യായം മുഴുവൻ നാം വായിക്കുന്നുടനെ അത് കുറേ കൂടെ വ്യക്തമാണ്. അവിടെ ആയിരക്കണക്കിന് തലമുറകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകൾ വെള്ളവസ്ത്രവും ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി നിൽക്കുന്നതിനെക്കുറിച്ച് അവിടെ നാം വായിക്കുന്നുണ്ട്. 13-ാം വാക്യത്തിൽ ഇവർ ആർ എന്ന് ചോദിക്കുമ്പോൾ 14-ാം വാക്യത്തിൽ ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്ന് മറുപടി പറയുന്നുണ്ട്. പീഡനത്തിൽ നിന്ന് വന്നവർ, അത് പീഡനത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്കും ലഭ്യമാകുന്ന ഒരവസ്ഥയെക്കുറിച്ച് കൂടെയാണ് പറയുന്നതെങ്കിലും പീഡനത്തിൽ മരണപ്പെട്ടവർ, അവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അങ്കി വെളുപ്പിച്ച് സിംഹാസനത്തിന് മുമ്പാകെ, കുഞ്ഞാടിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ കുമ്പിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയ അവസ്ഥയെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്. ഞാൻ പറയുവാനായിട്ട്, നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചത്, നമ്മുടെ കർത്താവ് പറഞ്ഞ ആത്മാവിന് മരണമില്ല എന്ന് പറയുന്നതിനെ പിൻപറ്റിയാണ് അപ്പോസ്തലന്മാരൊക്കെയും ഈ കാര്യങ്ങൾ സഭയെ പഠിപ്പിക്കുന്നത്. അതാണ് സഭ ഇപ്പോഴും പിന്തുടരുന്നത്. നമ്മുടെ വാങ്ങിപ്പോയവർ സജീവരാണ്. കർത്താവിൻ്റെ 2ാമത്തെ വരവ് വരെയും അവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥത നാം തുടരും. അവർ നമുക്ക് വേണ്ടിയും മധ്യസ്ഥരായി തീരും എന്നുള്ളതിൽ തർക്കമില്ല. പ്രത്യേകിച്ചും ഈ ഒരു ദിവസം നമ്മുടെ എല്ലാ വാങ്ങിപ്പോയവരെയും ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ദിനമാണ്. പേര് കൊടുത്താലും കൊടുത്തില്ല എങ്കിലും ഇന്നത്തെ പ്രത്യേകമായ ആരാധനയിൽ, എല്ലാ നമ്മുടെ ആരാധനകളും അങ്ങനെ തന്നെയാണ് എങ്കിലും പ്രത്യേകിച്ചും ഇന്ന് നാം അവരെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനമാണ്. ഇപ്പോൾ എല്ലാവരെയും ഓർത്ത് പ്രത്യേകമായിട്ട് ഇവിടെ ധൂപപ്രാർത്ഥന നടത്തും. അച്ഛൻ പറഞ്ഞത് അതിനുശേഷം സെമിത്തേരിയിൽ ധൂപപ്രാർത്ഥന ഉണ്ടാകും എന്നുള്ളതാണ്. അതിനുശേഷമായിരിക്കും വിശുദ്ധ കുർബാന നൽകുന്നത്. ഇന്നും കൈമുത്ത് ഇപ്പോഴുണ്ടായിരിക്കുന്നതല്ല. വിശുദ്ധ കുർബാനയെ അനുഭവിക്കുവാൻ വരുമ്പോൾ നേർച്ചയിട്ട് വിശുദ്ധ കുർബാനയെ അനുഭവിച്ച് സാവകാശം നിങ്ങൾക്ക് പിരിയാവുന്നതാണ്.